നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കെ കേരള ജനതയ്ക്ക് മുന്നിലുള്ള ചോദ്യമാണ് വികസന നായകൻ മോദിയുടെ BJPക്കൊപ്പം പോകണോ അതോ LDF വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു പറ്റിച്ച ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യണമോ എന്നത്. കടുത്ത തോൽവികൾ ഏറ്റുവാങ്ങി ശോഷിച്ചു വരുന്ന കോൺഗ്രസ് എന്ന പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ ചോദ്യചിഹ്നമായ സ്ഥിതിക്ക് മത്സരം ഇടതുമുന്നണിയും BJPയും തമ്മിലാണെന്നത് വാസ്തവമാണ്. മോദി എന്ന അതിശക്തനായ നേതാവിന്റെ നേതൃത്വത്തിലുള്ള BJP പാർട്ടിക്ക് കേരളത്തിൽ ആരാധകർ ഏറെയാണ്. ഒരുപക്ഷം ഹിന്ദുക്കൾക്കിടയിൽ മാത്രം നിലനിന്നിരുന്ന BJP എന്ന പാർട്ടിയെ എല്ലാ വിഭാഗക്കാർക്കും ഇടയിൽ എത്തിച്ചതിന് മോദി എന്ന നേതാവിന്റെ പങ്ക് വളരെ വലുതാണ്. മാത്രമല്ല, അദ്ദേഹം രാജ്യത്തിനായി നടത്തുന്ന വികസനം വളരെ വ്യക്തവുമാണ്. അത് തന്നെയാണ് കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് കൂടാനുള്ള കാരണമായി മാറിയത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സ്ഥിരതയുള്ള വസ്തുത എന്നത് വീണ്ടും രാജ്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിൽ സുരക്ഷിതമെന്നതാണ്. BJPക്ക് വിജയസാധ്യതയുള്ള ജില്ലകളായ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന തിരുവനന്തപുരം, V മുരളീധരൻ മത്സരിക്കുന്ന ആറ്റിങ്ങൽ, ശ്രീ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി മത്സരിക്കുന്ന പത്തനംതിട്ട, ശ്രീ സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂർ, MT രമേശ് മത്സരിക്കുന്ന കോഴിക്കോട്, കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം തുടങ്ങിയ ഭാഗങ്ങളാണ്. ഇവിടെ എല്ലാം തന്നെ BJPയുടെ ശക്തി കേന്ദ്രങ്ങളുമാണ്. അതേസമയം ഇടതുമുന്നണിയിൽ കേരള ജനത അർപ്പിച്ചിരിക്കുന്ന വിശ്വാസമാണ് കഴിഞ്ഞ 3 വർഷങ്ങളായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വിവാദം, DYFI SFI കലാലയ രാഷ്ട്രീയത്തിൽ കാണിച്ചു കൂട്ടുന്ന അതിക്രമങ്ങൾ, കേരളീയം നവകേരള സദസ്സ് പോലുള്ളവയിലെ ധൂർത്ത്, ജനങ്ങളുടെ പൈസ ചെലവാക്കി ജനങ്ങൾക്ക് മുൻപിൽ നടത്തുന്ന കോപ്രായങ്ങൾ, ശമ്പളവും പെൻഷനവും സമയാസമയം നൽകാതിരിക്കുന്നത്, ഖജനാവ് കാലിയാക്കൽ തുടങ്ങിയവ LDFനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പിൽ വലിയ പോരായ്മകൾ തന്നെയാണ്. ഇനി ഇതൊന്നും പോരായ്മകളല്ല എന്ന് വിശ്വസിച്ച് ജീവിതം LDFന് സമർപ്പിച്ചിരിക്കുന്ന കുറച്ച് ജനവിഭാഗമുണ്ട് നമുക്കിടയിൽ. പാർട്ടി എന്ത് കാണിച്ചാലും ആരാധിക്കുന്നവർ. അവരോട് ഒന്നും പറയാനില്ല, അനുഭവിക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ് TV.